പോട്ടെ പോട്ടെ പോട്ടെ. ഇനി രാത്രി എന്നിട്ട് ഇനി ആന വന്ന് നമ്മളെ ഞങ്ങൾ കൂടെ 16 എണ്ണം ഒരുമിച്ച് വന്നപ്പോൾ ഞാനും പയ്യനും മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും നാട്ടിൽ പോയി. എൻ്റെ പിന്നെ. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ മൂന്നാർ സീരീസിലെ 5ാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മറയൂരുള്ളത്. ഈ ഓഫ് റോഡ് ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കയറുകയാണ്. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഓഫ് റോഡ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൊത്തം കല്ലും കണക്കെയാണ്, പൊട്ടിപ്പൊളി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് കയറുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 3-4 എപ്പിസോഡ്സ് 3-4 പാട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും ചെക്ക് ചെയ്യുക. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പാട്ടായിട്ട്. അവിടെ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാർഡ് കോർ ഓഫ് റോഡാണിത്. അത്യാവശ്യം ടഫായിട്ടുള്ളതാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാക്കല്ല, അത്യാവശ്യം ഹെവിയാണ്. കല്ലും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. നമ്മൾ അഡ്വഞ്ചറിന് വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ എന്തായാലും അഡ്വഞ്ചർ ചെയ്തിട്ട് പോകുന്നുള്ളൂ. കയറിയോ ക്യാമറ എടുക്കാം. കയറിയോ. ഫസ്റ്റ് ബിജോമൻ കയറുന്നുണ്ട്. ഓക്കെ, കയറിപ്പോയി. ഓട്ടെ, കയറിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് കയറാം. ഇപ്പം അത്യാവശ്യം ടഫായിട്ടുള്ള ടെറയാണ് കേട്ടോ. ഇപ്പം കല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇതിനെ കൂടെ തന്നെ തടിപ്പണിക്കാർ പോകുന്ന വഴിയാണ് കേട്ടോ. ജീപ്പം കൊണ്ട് ആ ഒരു ട്രാക്കാണത്. അതുകൊണ്ട് നല്ല സ്ലഷിങ് കണക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. എടാ, നമ്മുടെ കൂടെ ജീപ്പും ഉണ്ട് കേട്ടോ, തൊട്ട് പുറകിൽ വഴി കാണിക്കാൻ. അറിയോ. അയ്യോ, നോക്കിയാ ഗൈസ്, നമ്മുടെ ട്രാക്ക് കണ്ടോ. നല്ല പക്ക ഒരു ടെക്നിക്കൽ ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. പോടാ പോട്ടെ പോട്ടെ. ആർജ വരുന്നുണ്ട്. ആർജ പൊളിച്ച് തകർത്തേക്ക്. യെസ് 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 യെസ്. പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ വിടാം. Yes. ഏയ്, ആ കേട്ടുന്നില്ല ത്രില്ലാണ് കേട്ടോ. നിൽക്കും അത് ഓഫർ അടിക്കണമല്ല ബുദ്ധിമുട്ട്. ഹിമാലയം എവിടെയും കൊണ്ട് നിർത്തലാണ് ബുദ്ധിമുട്ട്. നിൽക്കേണ്ടത് പോന്ന് അങ്ങനെ നിന്നോണം. ആ അതെ, അത്യാവശ്യം കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഇത് നമ്മൾ ട്രാക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ട്രാക്ക് കേട്ടോ. 1 ട്രാക്കാണ്. നോക്കിയേ, വീഡിയോ കാണുമ്പോൾ ഡെപ്ത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതണ്ടേ, ഈ കല്ലിൻ്റെ വലുപ്പം കണ്ട ആർജേ, ഇച്ചിരി ടാസ്ക്കാണ്. ഇത് കുറച്ച് ടയറാണ്. ഇവിടുന്ന് കയറി പോവും. ആ പാറിൻ്റെ ഭാഗമില്ലേ, അവിടെ നമ്മൾ ഇച്ഛാ എണ്ണായിരിക്കും. അല്ല, ഇത് പിന്നെ മൊമെൻ്റ് കീപ്പ് നോക്കിയാലൂടാ. ഇതുവരെ കയറും സുഖമായിട്ട്. എന്താ വെച്ചാ ഞാൻ കുത്തിലേക്ക് വഴിയാവൂടാ. ആജേ, നിനക്ക് ഈ ട്രാക്ക് പിടിച്ചാൽ പോരെ. ഞാൻ പറയാം, അവിടെ നിന്ന് ഈ ട്രാക്ക് പിടിക്കുക. എന്താ, ഈ ട്രാക്ക് പിടിച്ച് കയറി കഴിഞ്ഞാൽ നേരെ ഇതിൽ കയറാം. പക്ഷെ അവിടെ കല്ല്, ആ കല്ല് മാറ്റണം. അത് ജീപ്പിന് കയറാൻ വേണ്ടി ഇട്ടിരിക്കണോ. ഓ അവിടെ നോക്ക്, ഹെവി ടാസ്ക് ഉണ്ടോ അത്. ഇത് ഹെവി ടാസ്ക്കാണ് മോനെ. ഇത് ഇച്ചിരി പാടുപെടും. അതുകൊണ്ടോ നമുക്ക് കയറ്റം മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഇത് എടാ അവിടെ നോക്ക്, വലിയ വലിയ പാറകളാണ്. ഇത് യുദ്ധം തന്നെയായിരിക്കും തീർച്ചയായിട്ടും.
ചന്ദ്രമണ്ഡലം ട്രയൽസ് ഫുൾ പവറിലാണ് ഗൈസ്. നോക്കിയേ, തീപ്പൊരി ആയിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളിത് തേടിയാണ് വന്നത്. എന്തായി ട്രാക്ക് ഏതൊരു ഓഫ് അടിക്കുമ്പോഴും ആദ്യം ട്രാക്ക് ഒന്ന് പോയി നോക്കുക. അത് എപ്പോഴും നല്ലതാണ്. അതിലൊരു അഭിമാനക്കുറവും വിചാരിക്കണ്ട. എന്ത് അല്ലെങ്കിൽ വണ്ടിക്കും പണി കിട്ടും, നമുക്കിട്ടും പണി കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിനി ട്രാക്ക് നോക്കി വണ്ടി എടുത്തുകൊണ്ട് വരാം. നോക്കി നമുക്ക് കയറ്റാം. ഓക്കെ, അടുത്ത ഏതൊക്കെ മല കാണണ്ടോ? സ്റ്റിക്കർ പിടിക്കണം. ഈ സ്റ്റിക്കറിൽ മുളെത്തുമോ? എത്തൂലേ? ഞങ്ങൾ കുറച്ച് അതെ നല്ല ഇരുന്ന് എൻജോയ് ചെയ്ത് കയറാൻ വെച്ചു. ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? ആനയൊക്കെ ഉള്ളതാണ് മിക്കവാറും ഓഫ് അടിച്ച് വരുമ്പോൾ അല്ലേ. വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ട്. അതെ, ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് വന്നാൽ മാത്രമല്ല ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ. ഓക്കെ, ഇതങ്ങനെ ഓഫ് അടിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ വേറെ സപ്പോർട്ട് വേണം. കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. ഓക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഓഫ് റോഡിന് വേണ്ടി മാത്രം വരുന്നവർ നടക്കില്ല, വേറെ സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഇത് പ്രോപ്പർട്ടിയുടെ പാക്കേജ് പെടുന്നതാണുള്ളത്. അപ്പോൾ ഇവിടെ ലേ വൈൽഡ് കോർ മറയൂരിലെ പ്രോപ്പർട്ടിയുടെ പാക്കേജ് പെടുന്ന ഓഫ് റോഡ് ട്രാക്കാണിത്. അപ്പോൾ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് എക്സ്ട്രാ ഗൈഡൻസ് ചാർജ് ഉണ്ട്. അത് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്പർ കൊടുത്തേക്കാം. ത്രില്ലിംഗ് ആയിട്ടുള്ള ഓഫ് റോഡാണ്. കാരണം ഇത് ചില്ലപ്പെട്ട ഓഫ് റോഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ചാർജ് ഈടാക്കും ഇവർ. അപ്പോൾ എന്തായാലും വരുന്നവർ പിന്നെ അതിനുള്ള വർത്തുണ്ട്. കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും അതിനുള്ള വർത്തുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചന്ദ്രമണ്ഡലം ഓഫ് റോഡ് ലേ വൈൽഡ് കോർ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും വിളിച്ച് കൺഫേം ചെയ്യുക. എടാ നിന്നോണേ. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ ആദ്യം കയറുകയാണ്. താങ്ക് യു. എന്തും സംഭവിക്കാം. അത്യാവശ്യം വീഴാനും വീഴാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഓ തീർച്ചയായും, ഇതൊക്കെ ടീം വർക്കല്ലേ. വന്നടാ, തൊലി പോകാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ഇട്ടാടാ വീണ് കഴിഞ്ഞാ. അപ്പോൾ നമ്മൾ പോവാണ്, രണ്ടും കൽപ്പിച്ച് പോവാണ്. എൻ്റെ പള്ളി യെസ്, വൻ യുദ്ധമായിരുന്നു. പക്ഷെ കയറി. ഇനി അടുത്ത ആൾ കയറണം. ഫുൾ ട്രാക്ക് മോനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒട്ടും ഈസി അല്ല. അത്യാവശ്യം ടഫായിട്ട് ടെറൈനാണ്. നല്ല സ്റ്റാമിന റിക്കവർ ആയതുകൊണ്ട്. കാരണം ഞാൻ ബ്രീത്ത് ഔട്ട് ആവാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. കാരണം 200 കിലോയുടെ മുകളിലെ വണ്ടി കൊണ്ടാണ് കയറി കയറുക. യെസ്, ശ്വാസം പോയി. കൂടാ സണ്ണി, കൈവിട് അതന്നെ ഞാൻ വരാം. കൈവിട് കൊട്രാ ക്ലച്ച് ഉള്ളു വിട്ടോ. എവിടെ പോട്ടെ. വെയിറ്റ് ക്ലച്ച് ചേട്ടാ, ക്ലച്ച് വെയിറ്റ്. അവിടെ കൊടുത്തോ.
അവിടെ ഓട് 3, 2, 1 ഗോ യെസ് പവർ ഗുഡ് കയറി അങ്ങനെ രണ്ടാം തോണി കയറി നമ്മുടെ ആർജ വരുന്നുണ്ട് ആർജ കമാൻ പോട്ടെ അടി ആ ഒന്ന് ബാക്കെടുത്തേക്ക് വിടാം എൻ്റെ പോലെ കുഴപ്പമില്ല കൂൾ എടുക്കാം വാ കിട്ടും ഓക്കെ ഈസി നോക്കണ്ട കൂൾ വരുന്നില്ലല്ലോ ഗിയർ ലിവർ ഓക്കെ അല്ലേ ഇല്ല ഓക്കെ പിടിച്ചോ പോയി ഞാൻ ഓടി എത്തിയില്ല എൻ്റെ ഇപ്പോൾ ഞാൻ ഓടി വരികയാണ് വീഡിയോ എടുത്തിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ട് ഇങ്ങോട്ട് എത്തിയില്ല സോറി അളിയാ കുഴപ്പമില്ലല്ലോ എൻ്റെ ബാക്കിൽ എൻ്റെ കല്ല വരുന്നത് അവനെ പിന്നെ എടുക്കാൻ പറ്റില്ല കല്ല് വരവേ ഞാനോക്കാം എടാ നിനക്ക് ഹെൽത്ത് വയ്യെങ്കിലേ മെല്ലെ മതി കേട്ടോ നീ ആഫ്റ്റർ കൊറോണ ആയതുകൊണ്ട് ബ്രീതിങ് ഇഷ്യൂസ് കൊണ്ട് മെല്ലെ എടുത്താൽ മതി ഒന്ന് ബ്രീതി ആ അടിച്ചു നിൽക്കണം മതിയടാ റെസ്റ്റ് തീ പാർച്ചില്ല അജേ യെസ് ആ എടുക്കില്ല നീ വെയിറ്റ് ബ്രേക്ക് ആ പോട്ടെ ഒന്ന് ബാക്ക് ഇടണോ അജേ ബാക്ക് എടുത്താൽ അങ്ങനെ കൊണ്ടോ അങ്ങനെ ഒന്ന് ആയിപ്പോ ആ അത്രേ ഉള്ളൂ ആ സൈഡ് പിടിക്കണോ കല്ല് പോയി അവിടുത്തെ അത് എവിടെ ഒന്ന് ബാക്ക് ഇളക്കിയിട്ട് തൂക്കിക്കോ ആ അടിക്കുന്നുണ്ട് ആ കല്ല് കയറുമ്പോൾ പോകും ആ കല്ല് മൊത്തം പോയി ഓക്കെ ഒന്ന് ബാക്ക് എടുക്കണം അജേ ഇല്ല ഒന്ന് ബാക്ക് എടുക്ക് ഇളക്കി എടുക്കാം ആ വെയിറ്റ് നിനക്ക് കയറില്ല അജേ കൈ കൊടുക്കില്ലേ നിനക്ക് നിന്റെ ബാക്കിൽ നിൽക്കാൻ പറ്റി ഈ ടയർ കയറണേ ഇതോ ഇത്രയുള്ള കല്ലൊക്കെ കയറിയത് ഓക്കെ ഇനി ബാക്ക് വരാം വാ ആ റെഡി ആ 3, 2, 1 ഇനി വേണോ മതിയാ എടാ നീ അവിടെ അടിച്ചാൽ കയറില്ല കാലിൽ തന്നെ അടിക്കണം ഫ്രണ്ട് വീല് ഓക്കെ എടാ എൻ്റെ ഫ്രണ്ട് ഞാൻ മാറ്റി വെക്കട്ടെ ഫ്രണ്ട് പിടി എടാ ഫ്രണ്ട് പിടിച്ചോ പിടിച്ചോ നിങ്ങൾക്ക് പിടിച്ചോ നീ ഫ്രണ്ട് പിടിച്ചോ ആ ഇത് കാണുന്നതല്ല ഹെവിയായിട്ട് ട്രാക്കാണ് കല്ലൊക്കെ മൂവ് ചെയ്ത് പൊട്ട് കഴിഞ്ഞാൽ പൊട്ട തന്നെയാണ് കയറി അയ്യോ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അടിച്ചാട്ടാ നീ യെസ്
ആ ഫൈൻ. ഓക്കെ നമ്മുടെ ബിജു പറഞ്ഞ ബിജു അടിച്ച് ഒന്നും നോക്കണ്ട, പാറപ്പിച്ചാലും വഴിയില്ല. അടി 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 അതന്നെ പോട്ടെ പോട്ടെ. പാറ പാറ ഏരി. ഓക്കെ വിട്ടോ. ഒരു കല്ലുണ്ട് ഇവിടെ, ഒന്ന് ബാക്കറങ്ങണ പോവില്ല. ചക്കായി എനിക്ക് ആ കല്ലെടുക്കുക, അടിച്ച് നിൽക്കണം. ഓ ആ പോട്ടെ, നീ പോവും. പോട്ടെ പോട്ടെ. റൈറ്റില്ലേ അങ്ങനെ പോയിട്ട് ആ പാറയില്ലേ ആ കോണം കൂടെ ഇതേ പോലിട്ടാ അതേ പോയിക്കോ. അല്ലെ വേണേ ക്രോസ് ഏരിയയിൽ മതി. കൊടുത്ത ഫുൾ പവർ. പിടിച്ചു യെസ് യെസ്. കയറി ആ ഓക്കെ. കയറി പവർ. ഏയ് ജീപ്പ് ഒന്ന് കൂടെ കയറി വരണല്ലേ. ഓ ഇറക്കണം തിരിയുണ്ട്. നമുക്കൊപ്പം ജീപ്പിൻ്റെ ഓഫ് റോഡ് ആയിക്കോളെ. അപ്രാവശ്യം രണ്ട് മൂടാണ്. കമോൺ യെസ്. ടയർ പിടിക്കാൻ നോക്കില്ലേ. കേറണം പിടിച്ച് കേറുന്നുണ്ട്. ഓളി സാധാരണ ഞാൻ എന്താ പറയുക, 4 വീൽസിനോട് ഒട്ടും താല്പര്യത്തെ മനുഷ്യനാണ്. എനിക്ക് കാറൊന്നും വലിയ പിടിക്കില്ല. പക്ഷേ താല്പര്യം തോന്നിയിട്ടുള്ള ഒരേ ഒരു മുതൽ ഇതാണ്. എന്തെങ്കിലും ഓൺ ചെയ്യണം തോന്നിയിട്ടുള്ള ഒരേ സാധനം ഇതാണ്. 4 വീൽസിൽ ആകെ ഇഷ്ടപ്പെട്ട വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ആ അവിടെ വരാൻ പറ. അപ്പോൾ ഇത് നമ്മൾ കയറി അടി അടുത്ത ക്ലാസ് കുടിക്കാം വാ. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം നമ്മളിവിടെ നീങ്ങുകയാണ്. ഒരു ചെറിയൊരു യുദ്ധം തന്നെ വെച്ചുകൂടെ. ഇടയ്ക്ക് വെയിൽ വരുന്നു, ഇടയ്ക്ക് ഇതാ പിന്നെയും തണുപ്പായി, കാലാവസ്ഥ മാറുന്നു. ഇതാ ആ ഭാഗത്തൊക്കെ കോട കാണാം നമുക്ക്. അവിടെ ഒരു വാട്ടർഫോൾ കാണാം. ഇനി ഇവിടെ നമുക്ക് നേരെ പോകേണ്ടത്. അവിടെ എന്തൊക്കെയോ സ്ട്രീമൊക്കെ ഉണ്ടെന്നാണ് സണ്ണി പറഞ്ഞത് ഇല്ലേ. വെള്ളം എന്തായാലും കാട്ടുപോത്തൊക്കെ ഒരു ഏരിയയാണ്. വല്ല സ്പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം വാ. അപ്പോൾ നമുക്ക് നേരെ നീങ്ങാം. ഇവിടെ ഒരു പാറ ഉണ്ടോ? അതാ പിണ്ട നോക്ക്, ആനപ്പിണ്ടോ. എങ്ങോട്ടാടാ എടാടാ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഒരു പാറ കയറന്ന് പറഞ്ഞില്ലേ പുള്ളി കേട്ടെ വഴി. ആ അപ്പോൾ നമുക്ക് പാറയാണ് കയറേണ്ടത്. നമുക്ക് പാറ കയറിപ്പോ ആയിക്കോട്ടെ. ഫ്രണ്ടൊക്കെ നോക്കിയോട് കയറി. ആഹാ അവിടെയും ടെക്നിക്കൽ ടൈനാണോ നിൽക്കാൻ പോട്ടെ. കടേ സ്റ്റക്കാവും നമ്മളല്ലെങ്കിൽ. നോക്കി ഗ്യാപ്പോട്ട് കയറി. അതാ വെയിറ്റ് ചെയ്യേ. ഗ്യാപ്പോട്ട് കയറി. ഓക്കെ അർജ കയറി. ഓക്കെ ഗ്യാപ്പോട്ട് വരാം. ഓക്കെ വിജയ പോയി. കാട്ടുപോത്തല്ല, പശുവുണ്ട്. വഴി കൊള്ളാല്ലേ. സണ്ണി എന്ത് ചെയ്ത് നോക്കിയാലോ അവിടെ കുറേ കോട്ടേജ് കണക്കല്ലേ. നമ്മൾ അവിടെ വരുമ്പോൾ കണ്ടത് ഈ പാറ കയറണം. ഇവിടുന്ന് കണ്ടോ നൈസായിട്ടൊരു കയറ്റം ഉണ്ടത്. ഇങ്ങനെ നടക്കുന്ന കയറ്റമാണ്.
ജീപ്പ് ഇങ്ങനെ കൂളായിട്ട് കയറുന്നു, ഒപ്പം സണ്ണിയും. യെസ്, എടാ ജീപ്പിവിടെ പറ്റുന്നു. പശുക്കളൊക്കെ ഉണ്ട്. അതാ ഇവിടെ ഒരു ഇത് കാണുന്നത്, ചിലപ്പോൾ അത് തൊഴുത്തായിരിക്കും. നെല്ലിക്ക മരങ്ങളുണ്ട് ഇഷ്ടം പോലെ ഈ ഭാഗത്തൊക്കെ കേട്ടോ. നെല്ലിക്ക, ഓറഞ്ച് എല്ലാം ഉണ്ട് ഇവിടെ. ഒരു കർഷക ഏരിയ ഉണ്ട്, അവിടെ ഒരു ഇത് കാണാം. മറ്റേ വീടൊക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ ആൾക്കാരിലാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവരുടെ ഒരു പാക്കേജിൻ്റെ പരമായിട്ട് ഇവരുടെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്നത്. ഡീൽ. അമ്മാരെന്തി വന്നില്ലേ? ആ എൻ്റെ പൊന്ന് ഗൈസ്, ഈ കയറ്റം നോക്കൂ നിങ്ങൾ, ചമ്മജാതി കയറ്റം. ശരിക്കും മല കയറുന്ന പോലുണ്ട്. അർജ പവർ. നോക്ക്, 90 ഡിഗ്രി കയറ്റം. എന്ത് നല്ല കയറ്റുണ്ടല്ലോ ഇത്, സൂപ്പർ കയറ്റം. ആ ഫ്രണ്ട് പോകും ഓടുന്നു. ആ ഇതെന്ത് കയറ്റമാണത്? ഒന്നൊന്നര കയറ്റല്ലേ, അങ്ങനെ വളഞ്ഞെടുത്താൽ മതി. ഫ്രണ്ട് പോങ്ങിയില്ലേ? ചേട്ടല്ലോ അവിടെ അവിടെ ഫ്രണ്ടിലേക്ക് കയറ്റി എടുത്തോ. വണ്ടി ലൈറ്റ് വരി ആയതുകൊണ്ടേ അതിൻ്റെ ഫ്രണ്ട് പോകും പെട്ടെന്ന്, ലൈറ്റ് കുറവാതെ പ്രശ്നം. സൈഡ് വഴി എടുത്താൽ വരാം. ആ എടാ നീ ആ വഴി പിടിച്ചു പോരെ, ഇത് ഇവിടെ നിർത്തിയാൽ കട്ടാവും മൊമെൻറ്റം. ആ തന്നെ പോടെ 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 പോട് പോട്. അല്ല ട്രാക്ക് കറക്റ്റ് സീനില്ല. നമ്മുടെ ജീപ്പ് വരെ നമുക്ക് നോക്കാം. പോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെവൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് കയറുന്നത്. യെസ്, ജീപ്പ് നോക്ക്, ഒരു ഇഞ്ച് സ്ലൈഡ് ആവാണ്ട് കയറി നോക്ക്, കാണാൻ തന്നെ ഒരു അഴക്. എന്താ കയറി നോക്ക്. CL 550 കൊള്ളാം. ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂളായിട്ടാണ് എല്ലാം കയറുന്നത്. നോക്കിയേ ഈ കയറ്റം നോക്കിയേ, കണ്ടോ വണ്ടി നിൽക്കുന്നുണ്ടോ? ജീപ്പിൻ്റെ ആംഗിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആർജ എടാ, നമ്മൾ പിടിച്ചില്ല വെച്ച് വെറൈറ്റി ഒരു ടെറൈൻ അല്ലേ, ഒരു പാറാക്കുന്നൊക്കെ നല്ല ഒരു ഇൻക്ലൈൻ ഉണ്ട്. വേണ്ട വണ്ടി നിൽക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ സൈഡ് നോക്കിയോ, വേണ്ട എൻ്റെ കിതപ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ ജാക്കറ്റ് ഹെൽമെറ്റ് നടക്കുമ്പോഴേ അമ്മേ ഇല്ലേ, ശരിക്കും സ്ട്രെസ്സാണ്. പക്ഷെ നമുക്കിതിൽ ഒരു ഹരമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യും. കയറിയോ നീ? ഓക്കെ വിട്ടോ വിട്ടോ. ഒരു മിനിറ്റ്. അവൻ കേട്ടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് കൂട്ടിടിയോ. എടാ എന്തിനാ പാറ കയറ്റിയത്? കൈ കൊടു. ആ അതന്നെ ഓട് കൊടു, ഫുള്ളോട് ഫുള്ളോട് ഫുള്ളോട്. എടാ ഒന്ന് ഇറക്കിട്ടാ. ആ കയറി 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 കയറി. ആ ശരി സപ്പോർട്ടാ. നോക്കി 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 റെഡിയല്ലേ? അവൻ നേരെ ആ പാറ കയറ്റി.
അടിയൊക്കെ എവിടെയൊക്കെ അടിച്ചിട്ടുണ്ട്. ദൈവം തമ്മിൽ അറിയാം വണ്ടിക്ക് എൻജിൻ കാർഡ് പിന്നെയും പൊളിഞ്ഞു പോകുന്നുണ്ട്. ആകട്ടെ എനിക്ക് ഫ്രണ്ട് സസ്പെൻഷൻ മാത്രമാണ് ഒരു നല്ല അടി അടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, സീനില്ല. ഓ പോട്ടെ ആർജ ഒരു യുദ്ധം വയ്ക്കാം, പിന്നല്ലേ വാ, ഒരു യുദ്ധം വയ്ക്കാം വാ. നീ കയറില്ല, നീ കയറില്ല, നീ ആ ക്യാബിൾ കയറാൻ പറ്റില്ല. ഇങ്ങനെ അടിച്ചു നോക്കടാ, നീയേ അങ്ങോട്ട് കൈ കൊടുക്ക്, ഗ്യാപ്പുണ്ട്. ആ കൊടു കയറും. എന്നാൽ നീ കുറച്ച് ബാക്ക് ഇറക്കും, ഞാനൊന്ന് കയറി നോക്കട്ടെ. പറ്റില്ലല്ലേ? നോക്കടാ, ഒരു കല്ലില്ല, ഇനി ഞാൻ തട്ടി മാറണ്ടേ ഹാൻഡിലുണ്ട്. ഓക്കെ, എന്നെ വേണ്ടി മിസ്സിങ് കാണിക്കണ്ട, ഈ കാർബൈഡ് ആയതുകൊണ്ട് കേട്ടോ. എടാ അവിടെ കയറില്ല, വെയിറ്റ് ഞാൻ കയറ്റാം, മാറി എൻ്റെ കാര്യം കയറില്ല തണ്ണി, നാരയും തന്നെ പോകുള്ളൂ. ഹലോ തണ്ണി, ഒരു മിനിറ്റ്, തണ്ണി അതോ ഇത് പക്ക ടാസ്ക്കാണ്, കാരണം എൻ്റെ മൊമെൻറ്റം കട്ടായി, അങ്ങനെ വന്ന് കയറി മതിയായിരുന്നു. ഇടയിൽ സണ്ണിൻ്റെ അവിടെ നിന്ന് കട്ടായി. ഇത് കയറണമെങ്കിൽ ഇവിടെ തന്നെ പിടിക്കാം. കയറിയിടാം മോനെ. എടാ സ്റ്റാൻഡ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ അങ്ങോട്ട് നിർത്തി. ഇനി ആദ്യം ആർജെ കയറ്റിയിട്ട് ഇവിടെ നിർത്തിയിട്ട് കയറാമെന്ന് വെച്ചു. ബിജോ ഗായ്സ് ഒന്നൊന്നര ട്രാക്കാണ്, ഒന്നും പറയാനില്ല. ഇടിവെട്ട് ട്രാക്ക് എന്ന് വേണമെങ്കിൽ ഇടിവെട്ട് ട്രാക്ക് തന്നെ പറയാം. എന്താ സീൻ എന്താണ് ബാക്ക് എടുത്തിട്ടേ അടിച്ചു കയറാ, കയറില്ലേ? ഒന്ന് നോക്ക്, ഒന്ന് ബാക്ക് എടുക്ക്. ഓ റെഡി, അവിടെ ആ മതി. എൻ്റെ ബാക്കിൽ നോക്കണ്ട, നമുക്ക് കൊടുക്കും പെട്ടെന്ന് കൈ. ആ അവിടുത്തെ അവിടെത്തിക്കോ ആർജേ, ഇനി ഞാൻ യുദ്ധം കയറ്റാം. ഓക്കെ നല്ല ഹെവിയാണ് മാമാ, വാങ്ങോ. ഞാൻ വണ്ടി എടുത്തി നോക്ക്, ഹാൻഡിൽ കൂത്തി നിർത്തിക്കുന്നു. അത് എന്നെ തെറിച്ചു പോയതാ. ഓക്കെ
ആൽബി പവർ വരട്ടെ, തീ മാറട്ടെ. ഒന്ന് ബാക്കറടാ, വരണോ? ഞാൻ വരാം. വരൂ. ഓടെ ആ മതിയോ? ഓടെ അവിടെ കയറി എടുത്തിട്ടാ. റെഡി 1 2 3 4. അങ്ങനെ ഒന്ന് ബാക്കിറക്ക്. ആ മതി. ഇത് ആ ഒറ്റ കൊടുക്കാം റോഡ് കേട്ടോ. 3 2 1 ഗോ. മതി. ഈ ബാക്ക് ഫ്രണ്ട് ഇറക്ക്. അവിടെ സ്റ്റാൻഡ് നിർത്തിക്കോ. നിർത്തിക്കോളോ. മതി. ഓക്കെ, അവിടെ എത്തിക്കോ. വരണോ? ഞാൻ വരുന്നു. എവിടെ നിർത്തിക്കോ. എന്നിട്ട് അവളെ വലിയ നിർത്തിക്കോട്ടെ. എന്നിട്ട് യെസ് കമാൺ. ബാഗ് ഇറക്ക്, ഫണ്ട് ഇറക്ക്. ഞാൻ എടുക്കണോ? കണ്ണി തീ പാറട്ടെ. ജിക്സർ ക്ലബ്ബിൽ വീഡിയോ ഇടണുണ്ടോ എന്തായാലും? ആ അവിടെ എത്തിക്കോട്ടാ. അവിടെ എത്തിക്കോ. നമുക്ക് അവനെ കേട്ടു വരാം. ഇത് വൻ യുദ്ധമാണ്. അതെ കമാൻ പോട്രാ. ബാക്കറ് ട്രാക്ക് മാറി. ആദ്യം നോക്ക്, പ്രത്യേകം സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുക. പയ്യ മതി. ഞാൻ തള്ളാം. അടി അടി വെയിറ്റ്. അത് കറച്ചിട്ട് ടാസ്ക്കാണ്. പവർ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇത് കയറൂടാ. ഒറ്റ ഇവിടുന്ന് പറപ്പിച്ചാൽ കയറും. ബാ, ഞാൻ ബാക്കി സപ്പോർട്ട് നിൽക്കാം. ആവേശം തോന്നി. കുറച്ച് ബാക്ക് ഇനി ബാക്കുവാ പറഞ്ഞേക്ക്. കുറച്ച് ബാക്കുവാ ഇനി ബാക്കുവാ. കൈടാ ചേട്ടാ. ലേശം ബാക്ക് വന്നിൽ കയറുള്ളത്. ലേശം ബാക്ക് വന്നിൽ അവിടെ ഇടിച്ച് കയറില്ല പറയാ. ഇല്ലടാ, അവിടെ ട്രാക്ഷൻ കിടന്നോണ്. കുറച്ച് ബാക്ക് എടുത്തേക്ക് കയറും. നീമ്പാ. ആ മതി. ഇതേലും അടിച്ച് ഫുൾ തൊള്ളിൽ കയറിക്കോ. ചെളി ഇടിച്ചില്ല.
കയറി മാമ ഇനി മാമന് വേണ്ടി ജാമ തീ ഇങ്ങനെ പാറണം. ശരി വിജയമാ വാ കയറി. ലെഫ്റ്റിനെ പിടിച്ചോ. പോട്ടെ 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 കൂടെ കൂടെ കോട്ടെ കോട്ടെ കോട്ടെ. ട്രാക്ക് മാറ്റിക്കോ. കുഴി കിടന്ന് കേട്ടോ. ഈ കുഴി കിടന്നെ പോയിക്കോട്ടെ. പോവും. ആകട്ടെ റെഡി. ഒന്ന് ബാക്കോടെ കൊടുത്തോ എടുത്തോ എടുത്തോ. ബാക്കോ ബാക്കോ ബാക്കോ. കല്ലടിച്ചു കല്ലടിച്ചു. ആ ഇനി ബാക്ക് എടുത്ത് എടുത്താൽ നല്ലത്. 3, 2, 1 ഗോ. ആ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒറ്റ റോഡിൽ ആ ഗ്യാപ്പ് എടുത്തൊക്കെ കേൾക്കും. കല്ലുണ്ട് അവിടെ. ആ അത്ര പോട്ടെ പോട്ടെ പോട്ടെ. യെസ് 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 യെസ്. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. യെസ് 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 യെസ്. ഒന്ന് ബാക്കെടുക്ക്. ബാക്ക് അറിയാൻ വയ്ക്കാം. ആ റോഡ് കൊടു. ആ ഓക്കെ ഓട് മാമ. അതേ പോയി മാറ. കയറിയായിരുന്നു ചെറുതായിട്ടൊന്ന് ഫ്രണ്ടത്തല്ലേ. യെസ് പവർ പവർ. ആ വലിയ 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 ഇറങ്ങിയിട്ട് ഇതിലേ വരുന്നോ? വേണ്ട ആ ട്രാക്കിൽ പിടിച്ചോ പിടിച്ചോ. നിങ്ങളും ഇല്ലേ? എന്നാ ഫ്രണ്ട് ബുക്കിംഗ് കിട്ടോ. ഫ്രണ്ട് പറഞ്ഞോ ഫ്രണ്ട് പറഞ്ഞോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇത് ഇടിച്ചൂടാ. ആ അവിടെ അടി അടിച്ചിട്ടാ അതെ. ആ ഓക്കെ ഫൈൻ. എടാ അത് നീ റോഡിൽ കയറി പോട്ടോ. അല്ല അത് റോഡിൽ കയറി പോവും. ഒറ്റയടി കയറി പോവും. ഓക്കെ ഫൈൻ. ഒറ്റ കൊടുട്ടോ. കയറി പോവും. ഒറ്റ കൊടുത്തായി. ആ പറഞ്ഞല്ലേ കയറും. എനിക്ക് കല്ല് കല്ല് കുറച്ച് റൈറ്റ് പിടിക്കണം. യെസ് ആ യെസ് യെസ് യെസ്. ഓക്കെ ഫൈൻ. കൊടുറാ കൊടുറാ കൊട് 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 കൊട്. യേയ് സൂപ്പർ. ജീപ്പ് ജീപ്പ് ജീപ്പ്. നമ്മളെ ജീപ്പ് കയറി വരുന്നുണ്ട്. യെസ് 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 യെസ്. കയറിക്കോ. കള ക്യാപ്പിലേക്ക് കൂളായിട്ട് കയറി പോകണം. നോക്കിയേ കയറി നോക്കി ജീപ്പ്. ഓ കൂൾ കൂൾ. യെസ് സുന്ദരം. സുന്ദരമായിട്ട് കയറിപ്പോയി. കൊള്ളാം. പൊളിച്ചു. മഹീന്ദ്ര താർ, ഹിമാലയൻ, ജിക്സർ എല്ലാം ഉണ്ട്. മൊത്തത്തിൽ വെറൈറ്റി തീയാണ് ഇവിടെ. എടാ നിൻ്റെ കാർബോറേറ്റർ അവിടെ തന്നെ നട്ട് പോയല്ലോ അല്ലേ? എഞ്ചിനിട്ട്. ആ കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയില്ലേ, അതൊക്കെ പോവും. പോവാ എന്നാ കയറട്ടെ. അല്ല മുന്നോട്ട് ആ പോവാ. അമ്മാമ്മ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ജീവനുണ്ടോ എന്തോ. എടാ തള്ളേണ്ടി വരുത് കയറില്ല. അല്ലെങ്കിൽ നീ കൂടെ വരേണ്ടതെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഞാൻ ട്രൈ നോക്കാം. അതെ ഞാൻ അടിക്കട്ടെ. ഒന്ന് നിൽക്കണം ആർജ. ഈ സൈഡ് തന്നാൽ മതി. മേ ബി അങ്ങനെ തന്നെയാണെങ്കിൽ.
ഞാൻ അതേ കേട്ട് നോക്കട്ടെ. കുഴപ്പമില്ല. അമ്മ തരണം അല്ലേ, കയറ്റി എത്താം. ഇതേ പിടിക്കാം, പായലുണ്ടല്ലേ. അവിടെ നിൽക്കുള്ളൂ. മക്കളെ, നല്ല എനർജി ഡിമാൻഡ് ചെയ്യുന്ന ട്രാക്കാണ്. ഹാർഡ് കോർ പ്യൂർ ടെക്നിക്കൽ ട്രാക്കാണ്. നമ്മുടെ എനർജി ഹൈ ആണെങ്കിൽ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ എൻഡ്യൂറൻസ് അങ്ങ് അറ്റം വരെ പരീക്ഷിക്കും. എന്തായാലും കൊള്ളാം. നമ്മൾ തീ പോലെ നിൽക്കുന്നുണ്ട്. എടി രാജി അതിലേക്കിട്ട് നമ്മുടെ ആർജേഷൻ കയറി വരുന്നുണ്ട്. ടയർ മറ്റേ കല്ല് ശരി കാര്യം ചെയ്യ്. നിൽക്ക്. ആ ടയറും ചവിട്ടുമോ നീ? ടയർ ചവിട്ടിക്കോ, വണ്ടി അങ്ങോട്ട് ഇതാവും. ഓക്കെ ചവിട്ടിക്കോ, കയറുന്നു നീ. ഓക്കെ മാത്രമേ ഉള്ളൂ. അതാ അല്ലാ ബൂട്ടല്ലേ? മതി മതി, കൂൾ. ഈ ട്രാക്കിനെ പറ്റി എന്താണ് സണ്ണി അഭിപ്രായം? പൊളിയല്ലേ? ആർജ് എന്താ അഭിപ്രായം? കുഴപ്പമില്ലല്ലേ? ആമാ പൊളിയല്ലേ? Come on! അടിച്ചു കേട്ടോ മാമ. യെസ് 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 യെസ്. റൈറ്റ് അടിയോ, റൈറ്റ് റൈറ്റ്. യെസ് യെസ് യെസ്. നമ്മുടെ ജീപ്പും കയറുന്നുണ്ട്. അപ്പോൾ ജീപ്പ് പവർ. കൊള്ളാം കൊള്ളാം. ചെറിയൊരു വാട്ടർ ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചു. ഡീഹൈഡ്രേഷൻ നന്നായിട്ട് നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും ഇട്ടിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ജാക്കറ്റ് ഊരി വെക്കണം, ഇല്ലെങ്കിൽ നമ്മളിവിടെ ഡെഡ് ബോഡി ആയി വീഴും. അതുകൊണ്ട് ജാക്കറ്റ് ഊരി ചെയ്ത് ജാക്കറ്റ് ഇട്ടില്ല എന്നൊരു കമൻറ്റ് ഇടരുത്. ഇവിടെ വരുമ്പോഴേ അറിയുള്ളൂ എന്തോ ഒരു ആശാനെ അതിൻ്റെ അവസ്ഥ. അത്രയും ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട്. ഇങ്ങോട്ട് ഈ ടൈമിലേക്ക് അങ്ങോട്ട് ബൈക്ക് കൊണ്ട് വരാറുണ്ടോ? ബൈക്ക് കൊണ്ട് കയറാറുണ്ട്. ഇതിപ്പം ഇന്നലെ വരെ മഴയായിരുന്നു. ഓ, മഴയുടെ സീനാണ്. അല്ലെങ്കിൽ കുറച്ച് ഗ്രിപ്പ് കിട്ടി കയറി പോകുന്നു. അതെ അതെ, മണ്ണെന്ന് വെച്ചാൽ ചുമ്മാ കിളച്ച് മറിച്ച മണ്ണാണ്. അതുകൊണ്ട് തെറിപ്പിച്ചെന്നെ കാണാം അല്ലേ അമ്മ? നോക്ക് എല്ലാ കണ്ട അവസ്ഥ കണ്ടോ? ക്ഷീണിച്ച് എല്ലാവരും വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അതെ, ട്രാക്ടറുണ്ട്. ട്രാക്ടർ ആർജ്. അതുകൊണ്ട് പോണ വഴിയൊക്കെ അല്ലേ ചക്കഞ്ഞ് മാറ്റിക്കോളും. എന്താണ് എനിക്ക് താറാ തെണ്ടിയുടെ ഒറ്റയ്ക്കിരുണ്ടാ പറിക്ക് വയസ്സുണ്ടോ? ഇവിടെ ഇഷ്ടംപോലെ നെല്ലിക്കുണ്ട്. ഇത് നേരത്തെ ഒരു തോട്ടം വല്ലതായിരുന്നു അവിടെ? പിന്നെ ഗ്രാൻഡിസ് നട്ട് കെട്ടി വെക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പൊ അതിനുള്ള കൂപ്പ് റോഡാണ്. ഓഹോ ശരി. ഇവിടെ നെല്ലിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്ത് കിട്ടിയാൽ തിരുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരെണ്ണം പോയല്ലോ. കൊള്ളാം. അപ്പോൾ ഇത് നമ്മൾ ജാക്കറ്റ് ഊരി വെച്ചു. ഒരു നിവൃത്തിയിലാണ് കേട്ടോ. വിയർത്തിട്ട് എല്ലാം ഒട്ടി ആ അവസ്ഥയായി. അപ്പോൾ നമ്മുടെ ബോഡി അതുപോലെ ക്ഷീണിതനാവുന്നുണ്ട്. അതെ, ഡീഹൈഡ്രേഷൻ നന്നായിട്ടാവുന്നുണ്ട്. ഞങ്ങൾ വെള്ളം കുടിച്ചു കുറച്ച് റെസ്റ്റൊക്കെ എടുത്താൽ കയറുന്നുണ്ടോ. അപ്പോൾ അത്രയും എനർജി ഡിമാൻഡിങ് ആണ് ഈ ഓഫ് റോഡ് ചെയ്യുന്നുള്ളത്. അപ്പം വീഡിയോ കാണുന്നവർ തൽക്കാലത്തേക്കൊരു കഴിഞ്ഞു, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതുവരെ ഒന്ന് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോലെ മഴയും തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് കയറട്ടെ. മഴ വന്നാൽ ഈ ട്രാക്ക് വമ്പൻ ചലഞ്ചിങ് ആയിരിക്കും. ഇനി കയറാം. 8 മിനിറ്റ് നോക്കട്ടെ. മോനെ
മൂഞ്ചലാണ്, ശരിക്കും മൂഞ്ചലാണ്. താഴെ കയറിയില്ലേ ഇങ്ങനെ കണ്ണാടി പോലെ മിനിങ്ങി കിടക്കാണ്. ഒരാൾ വേണം, എല്ലാവരും വാ, രണ്ടുപേരും അവിടെ നിൽക്കുക, ഞാൻ വരാം. അതെന്തായാലും കയറൂല, അറിയാം. ഒറ്റ പോയി എത്ര അതേ വേണോ? ആ ഇതിലെന്തായാലും കയറില്ല. ഇല്ലെന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്താൽ മൊമെൻറ്റും കട്ടമുണ്ട്. നീ കാര്യം ചെയ്യും, ഈ ട്രാക്ക് കിട്ട് കുറച്ച് ഇറക്കിയിട്ട് പിന്നെ കയറാൻ പറ്റുമോ? എന്തായാലും കൈ വെക്കാണ്ട് കയറില്ല. അല്ല, കൈ വെക്കാണ്ട് എന്തായാലും കയറില്ല, ഉറപ്പാണ്. അപ്പൊ ഇതിനേക്കാൾ നല്ല ഈ ട്രാക്കാ. ഏത്? ലെഫ്റ്റ്. ആ അവിടെ ലെഫ്റ്റ് കയറി. ഒന്ന് കൈ വെച്ചിടന്നാലും എവിടെ കയറി. ഫ്രണ്ടിൽ വലിക്കാൻ വേണ്ട, ബാക്കിൽ പൊക്കി തള്ളണം. നമ്മളെ പഴയ എൻഡ്യൂറോ തള്ളിയില്. ആ മതി ഇവിടുന്ന് ഞങ്ങൾ പുഷ് തരാം. കയറുന്ന കൊടുത്തു നീ. മതി മതി മെല്ലെ നിർത്ത്. കൂൾ. യെസ് ട്രാക്ടർ നമ്മുടെ കൂടെ വേണം. തലയെ കുത്തി വീടരുത്, വണ്ടി കയ്യിൽ പോടാ. എൻ്റെ പൊന്നെ, ശരിക്കിട്ട് അത് വീട് വിചാരിച്ചേ. വണ്ടി കയ്യിൽ നിന്ന് തെന്നി ഇവിടെ പോയി ഫ്രണ്ട്. ഓട്ടെ ഓടെ അടി. ആ ട്രാക്ക് മാറി നേരെ ട്രാക്ക് മാറി. യെസ്, കയറി. ഇനി നമുക്ക് ജീപ്പ് വരും നോക്കാം. ജീപ്പ് നോക്ക്, ഇന്ന് കൂളോടെ കയറുന്നില്ല വണ്ടി. ജീപ്പ് ഓടിക്കണം എന്തെങ്കിലും അല്ലേ? ഒരവസരം കിട്ടിയില്ല ജീപ്പ് ഓടിക്കുന്നവരെ. ഞാൻ ലൈഫിൽ സാധനം ഓടിച്ചിട്ടില്ല. എന്തെങ്കിലും അവസരം കിട്ടിയെന്ന് ഓടിക്കണം. അതെ, ബാക്ക് വെച്ചെടുത്തോ. ഒന്ന് പ്രഷർ ചെയ്താൽ മതി, താഴോട്ട് പ്രഷർ ചെയ്താൽ മതി. എൻ്റെ പൊന്നെ, മരത്തിൻ്റെ പേര് മോനെ. മുറ്റ ട്രാക്ക് ഇട്ടോ, ഒന്നും പറയാനില്ല. കല്ലേ കുത്തിയാ? ആ, നിനക്കൂടെ നിർത്താൻ പറ്റും നോട്ടെ. പുഷ് ചെയ്താൽ പോരെ? ഇങ്ങോട്ട് വെക്കാനാ? ഇല്ല, പിടിച്ചു. ഓ, നോ ഇഷ്യൂസ്. അടിച്ചോ, ഒന്ന് ബാക്കിറക്ക്. നോക്കി അല്ല പമ്പ യുദ്ധമാണ് കഴിച്ചോണ്ട. വെച്ചിട്ട് പാറ കല്ലാണ്, വിട്ടുകൊടുക്കണില്ല. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നോക്കട്ടെ.
പൊന്നോ ഉരുളം കല്ലിൻ്റെ അയ്യം കളി. ഒക്കെ മുറ്റ ട്രാക്ക് മക്കളെ, ഒരു രക്ഷയില്ല. പ്രോപ്പർ ഹാർഡ് കോറാണിത്. വണ്ടി ഒന്ന് കൈ നിൽക്കണോ? ഓ മാൻ, യുദ്ധം തന്നെ മക്കളെ, യുദ്ധം. തീ പാറുന്ന യുദ്ധം. ആ ട്രാക്ക് അങ്ങനെ കയറില്ല എന്തായാലും. ഓക്കെ, കാല് 3, 2, 1. ഇല്ല, തീ പാറിയിട്ടായിരുന്നു കൂടെ ഒക്കെ. മക്കളെ, ഉറുമ്പിക്കരയൊന്നും ഒന്നും അല്ല കേട്ടാ. ഉറുമ്പിക്കരയൊക്കെ ഞങ്ങൾ വെടിയിടുന്ന ട്രാക്കാണ്. ഇതാണ് ട്രാക്ക്. ഇത് കണ്ട കിടക്കണത്. ഇതൊന്നും ഒറ്റയ്ക്ക് അടിച്ചു കയറ്റാൻ പറ്റൂല. അവിടെ എത്തിക്കോ. എന്തായാലും അങ്ങനെ കയറില്ലതാ, ഇങ്ങനെ കയറുള്ളൂ. ഈ ട്രാക്കോടെ കയറ്റിയാലോ? ഞാൻ നേരെ നോക്കിയിട്ടേ ടയറുടെ മറ്റേ കറുത്ത കൊണ്ണ സ്പിന്നിങ് മാത്രമേ ഉള്ളൂ, ഹെൽപ്പ് വേണം, അല്ല കയറില്ല. അമ്മ വരട്ടെ. അടിച്ചിട്ട് വരാം, അടിച്ചു തരും. ഞാനിപ്പുറത്തേക്ക് കാലത്തിലട്ടാ, ഞാൻ എയറിൽ പോവും. വേണ്ട, ഇവിടെ കാലത്തിൽ എനിക്ക് ഇങ്ങോട്ട് തട്ടിയിട്ട് ഞാൻ കമന്നടിച്ച് വീഴും. ആ കല്ല് ഇത്തിരി തൂക്കിപ്പത്തിട്ടാ. ആ ഇനി കയറും. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്യും? ഞാൻ ആ ട്രാക്ക് പിടിക്കണം, ഇങ്ങനെ വരണം. എന്താ നടക്കുള്ളൂ അല്ലേ? ടയറാ ക്ലച്ചാണാവോ? ഇനി നിങ്ങൾക്ക് ഞാൻ വണ്ടി നിറയും കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്ന വണ്ടി. ഇത് കണ്ടോ? എടീ, ഇത് ആ ജീപ്പ് കയറും അല്ലേ സുഖമായിട്ട്? ജീപ്പ് പോലും കയറുമെന്ന് കണ്ടിട്ട് ഔട്ടായി പോകുന്ന ട്രാക്കാണ്. കയറുകയാണ് നമ്മൾ പിന്നെയും. എൻ്റെയും സണ്ണിൻ്റെയും വണ്ടി അവിടെ അല്ലേ പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നിയമന്മാരാണ് അവിടെ കയറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കയറാം. ഒറ്റയ്ക്ക് കയറൂല. ഒറ്റടി കയറ്റും. ആ ഇനി നീ ഓടിച്ചു വേണമെങ്കിൽ ലെഫ്റ്റിനെ പിടിച്ചോ. പക്ഷെ മരത്തിന് വേരുണ്ടോ നോക്കണം. വാ ഓക്കെ, അതെയോ വിജയുണ്ട്. പോട്ടെ മാമ. ഇതാ നമ്മുടെ ചലഞ്ചിങ് പാട്ടാണ്. ഇങ്ങോട്ടൊന്നും കയറാൻ എന്തായാലും പറ്റില്ല, ഈ ഒരു ട്രാക്ക് തന്നെ ഉള്ളൂ. ആ ഇതാണ് കയറിയ ഒരു ടാസ്ക് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാം. ഇതുണ്ടോ? ആദ്യം നമുക്ക് ഇവൻ്റെ വണ്ടിയും സൈഡാക്കാം. നീ ബ്രേക്ക് പിടിച്ചോ?
ടീ വേണ്ടിയോ പോയി കുടിച്ചോ കുടിച്ചില്ലേ കുടിക്കാം ഈ ട്രാക്ക് എടുക്കട്ടോ അങ്ങോട്ട് കയറണ്ട ഇങ്ങോട്ട് കാണോ നമുക്ക് നീ അങ്ങനെ അടിക്കാം മതി വേഗം കൊടുക്കട്ടോ കൈ കൊടുത്തോ എന്നിട്ട് കൊടുറാ ആ അതന്നെ ഓ കൊട പവർ ട്രാക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ട്രാക്ക് മാറ്റി കൊണ്ടുവരാം കുഴിയിലേക്ക് ഇരി അവിടെ ഇരുന്നാ കിട്ടില്ല ഇങ്ങോട്ട് നോക്കിയേ അറിഞ്ഞേ ആ കേട്ടോ ഇവിടെ കയറ്റിട്ട് ചാടിക്കേ വെള്ളാണോ പെട്രോളാണോ പോയെ നിൽക്ക് ഒന്ന് ബാക്ക് ഇറക്കാം പോട്ടെ വണ്ടി ഫ്രണ്ടിൽ പോവാ അവന് ചാട് ഫ്രണ്ട് പെട്ടെന്ന് യെസ് എൻ്റെ മോനെ കൂൾ ഇവിടെ പോരും കല്ല് തിരിയുണ്ട് ആ അവിടെ അല്ലേ ആ ബാക്കിൽ കറക്റ്റ് പോടാ ആ അത് മതിയാകും പോയോ ബാക്കിലാ ആ ബാക്കിലാ പാറ അല്ലേ അവിടെ വലിയൊരു പാറ അടിച്ചിട്ടുണ്ട് ബാക്കിലൊരു കല്ലിട്ടൊക്കെ ഇവിടെ ഇതിലാ കയറത്ത് ഇവിടെ ഒരു കല്ലിട്ടെ പരന്നു കേട്ടോ പരന്നു ഇല്ല വണ്ടി ഡോറ് പിടിച്ചിരിക്കുന്നു പേടിച്ചു പോട്ടെ
യെസ് യെസ്. ഏയ് ഇതാണ് ഇവിടെ ഇങ്ങനൊരു പാറയുണ്ട്, അതൊന്ന് കയറണം. ചെറിയ ടാസ്ക് ഉണ്ട്, കുഴപ്പമില്ല. ഡിജെക്ക് എത്രയുണ്ട് ഹൈറ്റ്? ഞാൻ 6.2 6.2 ആ കുഴിയിലോട്ട് ഇറങ്ങിയത്. 6.2 ഏകദേശം മുട്ട് ഒരു ചെസ്റ്റ് ലെവലിലോട്ടാ സാധനം. കറക്റ്റ് ലെവൽ നോക്കുവാണെങ്കിൽ ഇതാട്ടോ 6.2. എങ്ങനെ ഒരു 3 അടി 4 അടി ഹൈറ്റ് ഉണ്ട്. എന്റെ വണ്ടി ഒരു കുഴിയും വിടുന്നില്ല കേട്ടോ. അത് ട്രാക്ക് മാറണ്ട. വിജയ് വരുന്നുണ്ട്, കൂളേ കയറി പോവും. പോട്ടെ. ഏയ് ഓക്കെ ഡൺ. കമ്പ് ആ കഴിഞ്ഞില്ലേ? യെസ്. തിരിയുണ്ട്. ഒന്ന് ബാക്ക് എടുത്താൽ വരും, ബാക്ക് എടുത്താൽ മതി. ആ ബാക്ക് പോ. ഓക്കെ ഫൈൻ. ആ അത്രേ ഉള്ളൂ, കൂളടി കയറി. ഏത് അങ്ങനെ വരണോ? ഓക്കെ കേട്ടോ. വാവ്, ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുരുമുളക്. അതെ നല്ല രസമില്ലേ? അതെ അതെ നോക്കിയേ, സിമ്പിളായി. ഇതിന് മുകളിലും കുറേ ആൾക്കാർ അല്ലേ? ഇതിന് മുകളിലും കുറേ ആൾക്കാർ സിമ്പിളായിട്ട്. നമ്മൾ ഓഫ് റോഡ് ക്ഷീണിച്ചപ്പോൾ അതെ നമ്മളാളിവിടെ നമുക്ക് വേണ്ടി പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ തളർന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എനർജി പകരാൻ. എന്തായാലും നന്നായി അത് കിട്ടിയത്. ഞങ്ങൾ ഏകദേശമൊക്കെ ലെവലായിരുന്നു. നോക്കിയേ, ഫ്രഷ് തണുപ്പുണ്ട്, നല്ല തണുപ്പ്, അടിപൊളിയില്ലേ? ഇടില്ല പൊളി. ഇങ്ങോട്ട് കയറി വന്നപ്പം ദൈവദൂതനെ പോലെ പുള്ളിക്കാർ 2 പേരൊക്കെ ഉണ്ട് തോന്നുന്നു. അത് നന്നായി എനർജി റീസ്റ്റോർ ചെയ്യും. വിശക്കോടെ ഒന്നും കഴിച്ചില്ല, രാവിലെ കഴിച്ചൊക്കെ 4ാമത്തെ കയറ്റി പോയി. എന്താണ് അതുകൊണ്ട് ഇന്ന് ഫുൾ ഓർഗാനിക്കാ. നെല്ലിക്ക, ഓറഞ്ച് അല്ലേ? കൊള്ളാം. എന്തായാലും അപ്പോൾ ഇതേ ഒരു പേരയ്ക്ക് കൊണ്ട് ഒന്നും ആയില്ല. അപ്പോൾ ഒരെണ്ണം കൂടെ ആവാമെന്ന് വെച്ചു. ഇതാ നമ്മൾ ചോദിച്ചപ്പോൾ പറിച്ചോന്ന് പറഞ്ഞു. പ്രോപ്പർട്ടി ഇതല്ലേ? ഓഹോ അതല്ലേ. ഇതാണ് അവിടെ മെയിൻ പരിപാടി. ഇവിടുത്തെ ഇവിടെ കുരുമുളകും കാണാമല്ലോ, കാപ്പി. ആ അയ്യോ എന്താ പഴുത്ത സാധനം. താങ്ക്സ്. ആണോ? നീ വെച്ചോ, അതിന് ബാക്കി എനിക്കറിയാം. നീ തരാൻ പോണ എനിക്കറിയാലോ. നോക്ക് അയ്യോ പേരയ്ക്കാം കണ്ടോ? ഇത് മറ്റേ മുഡേഷൻ ഉണ്ടോ? ബാക്കിൽ കോടമഞ്ഞ്, ഓഫ് റോഡ് കയറി വന്നപ്പോൾ പേരയ്ക്ക് എന്ത് വേണം നോക്കി. എന്തെല്ലാം പേരയ്ക്ക് നോക്കി, അന്തസ്. ആ നോക്കിയാ മറ്റേ സാണാ റോസ് വേണോ? കേസ് ഒരു രക്ഷയില്ല. ആദ്യം ഓഫ് റോഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടേ ഇതുപോലൊക്കെ അല്ലേ ഒരു വ്യൂവും കണ്ടോ? ഇവിടെ ചെറിയൊരു വാട്ടർഫോളും ഇങ്ങനെ രസമുണ്ടോ? ചെറുതാൻ തോന്നില്ല, ഇവിടെ നല്ല വെള്ളം.
വീടും കാലൊക്കെയാണ് പുല്ല് പാറ്റുന്നതാണ് അവിടെ ഈ പുൽത്തേലുണ്ടാക്കുന്നു. കൊള്ളാം, അടിപൊളി ഏരിയ. നമുക്ക് എൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് കാണാൻ എടുക്കാം. പക്ഷേ ഉണ്ട് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ, പുള്ളിയുടെ വീടാണ് ആ കാണുന്നത്, പുള്ളിയുടെ പ്രോപ്പർട്ടി കാണുന്നൊക്കെ. അവിടെ മരത്തിലൊക്കെ ഉണ്ടല്ലേ, പഴുത്തില്ലല്ലേ അവിടെ? നിങ്ങളുടെ ഈ ഒരു വീടുള്ളോ? ഉണ്ടോ? ഈ കാണുന്നു പഴുത്തില്ല അല്ലേ? എപ്പോഴാണ് പഴുക്കത്? സമയം ഓക്കെ. നോക്കിയേ, ഇതേ ഇവിടെയാണ് ഒരു പുല്ല് പാറ്റുന്നത്. അതിനുള്ളിലാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അത് നമ്മുടെ നാട്ടിലെ കാണാൻ പറ്റുന്ന നല്ലത്. നല്ല ഭംഗിയല്ലേ കാണാനല്ലേ? അടിപൊളി ഏരിയ. ഒരു വാട്ടർഫോൾ സ്വന്തമായിട്ട് അല്ലേ? ഒരു വാട്ടർഫോള് നോക്കി, എന്ത് നല്ല സ്ഥലം. നോക്കി ക്ലൈമറ്റ്, കാര്യങ്ങൾ, വെള്ളമുണ്ട്. നോക്കി കോഴികൾ. ഇതുണ്ടോ, ഇവിടെ ഒരു കാവൽക്കാരുണ്ട് നമുക്ക്. കടിക്കോ? ഇല്ല അല്ലേ? അയ്യോ, തല തട്ടിയോ ഷീറ്റിൽ? അയ്യോ അയ്യോ, എൻ്റെ തല അവിടെ തട്ടി. പുള്ളിക്കാരൻ്റെ തലയൊന്നും തട്ടി, ഷീറ്റ് തല തട്ടി മുറിഞ്ഞു. എന്താ ഇതേലെ സാധനം ഉണ്ടോ ബോസേ? എന്താ കഞ്ഞി എല്ലാം ഉണ്ട്, പോട്ടൊക്കെ ഉണ്ട്. എന്താ ഇത് വേണമെങ്കിൽ ഒന്ന് പേസ്റ്റ് ഇട്ടോ? അല്ല, പേസ്റ്റ് വേണമെങ്കിൽ ഇട്ടോ? അല്ല ഇട്ടോ, മുഴുവൻ തലേന്ന് പൊട്ടിയെന്ന് പറയാം. പഞ്ഞിയുണ്ട് ഇത്. അല്ല ഇത് വെച്ചോണ്ടിരിക്കാനാ? അല്ലാതെ നമുക്ക് വണ്ടി പിടിച്ച് പോകാനൊന്നുള്ള പറ്റുമോ ഞങ്ങൾക്കില്ല ഇപ്പം. അല്ല, എനിക്ക് തൽക്കാലത്തേക്ക് കുറച്ച് കൂടുതൽ എടുത്തോ. അല്ല, എനിക്ക് ഇത് വെച്ച് കെടുത്തരാ. എടാ എനിക്ക് വിജോ ഇപ്പൊക്കുന്നതിന് മുമ്പ് ഈ ഓയിൽമെന്റ് തേക്ക്. മരുന്നല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. വീണ്ടും രാവിലെ ഞങ്ങൾ പോകുന്നുണ്ട്. ഇത് വെച്ചോ, ഇത് കില്ലണ്ട, കൈയിട്ട് കില്ലണ്ട, ഒന്നും ചെയ്യണം. അങ്ങനെ അങ്ങോട്ട് വെച്ചോ, എന്നിട്ട് ടേപ്പ് എടുക്കുക. നാളത്തേക്കൊന്നും വെച്ചിട്ട് അങ്ങനെ കേട്ടോ, അങ്ങനെ കേട്ടോ. ഫുഡ് കഴിയുമ്പോൾ നോക്കിയിട്ട് ഒരു ചേട്ടനെ, നമ്മുടെ മേളത്തെ ചേട്ടൻ എന്താ ചെയ്യണ്ടേ? അവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ, താഴെ ഇറക്കി തന്നാൽ വണ്ടി കയറ്റിക്കൊണ്ട് പോവോ? വീടത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എന്താ മുറിച്ചാൽ അത് ചുറ്റി വെച്ചാൽ മതി. വേണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പേടിക്കാനൊന്നുമില്ല, ആ അടച്ചാൽ മതി. വെള്ളം കുടിച്ചു ഇതേ നമുക്ക് ചേച്ചി ഒരു മരത്തക്കാളി കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ, പഴുത്ത മരത്തക്കാളി. ഒരു ടേസ്റ്റ് ചെയ്ത് നോട്ടെ. ഞാൻ ഈ സാധനം ഇന്നലെ കഴിച്ചിട്ടില്ല. മധുരമാണോ? എന്താണ് എന്താ മധുരമോ? തനി പാഷൻ ഫുഡല്ലേ? ഓ ഓക്കെ, എന്നാൽ കഴിച്ചു നോട്ടെ. ഫസ്റ്റ് ടൈം ഓഫ് ദി ഇന്ത്യയാണ്. പുളിയുണ്ട്, ഒരു കയ്പുണ്ട്, ഒരു മധുരം വരും. അതിന്റെ അരി അങ്ങനെയൊന്നും ശല്യം ചെയ്യാൻ പോകാറില്ല. അതുകൊണ്ട് നമ്മളോടും ഇഷ്ടപ്പെട്ടു. വേണ്ട, മുകളിൽ അത്യാവശ്യം കോടയും കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് ചെറുതായിട്ട് ഡ്രോൺ ഷോട്ട് അടിച്ച് നോക്കാം എങ്ങനെയുണ്ട് കാണാന്നുള്ളത്. ഓക്കെ. എവിടെ ആ മണ്ണ മുള്ളോ? ഞങ്ങൾ തന്നെ എത്ര പേരുണ്ടാകും, എത്ര കുടുംബം ഉണ്ടായിരുന്നു? ഞങ്ങള് 647 കുടുംബം വന്നതാ ഇവിടെ. ഇപ്പൊ ഞങ്ങൾ ഒറ്റ കുടുംബം ഉള്ളു, ബാക്കിയുള്ളവർ പോയി വിടുന്നത്. എല്ലാരും പോയി. അവിടെ ഇപ്പോഴും താമസം ഉണ്ടോ ആള്? 50 കൊല്ലമായിട്ടല്ലേ? 50 കൊല്ലമായിട്ടോ? അവര് ഇവിടെ ഉള്ളവരാ. എനിക്ക് ആ കാണുന്ന മലയുണ്ടല്ലോ, അതിന്റെ മുകളിൽ 50 കൊല്ലമായിട്ട് ഒരു ഫാമിലി താമസമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്ര സീനില്ലേ, 6 മണിക്ക് ശേഷം ആന ഇറങ്ങുന്ന സീന്. 6 മണി ആയി കഴിഞ്ഞാൽ ഇവിടെ ആന കന്ന പറഞ്ഞത് എല്ലാം ഉണ്ടല്ലേ. ഇങ്ങോട്ടൊക്കെ ആന വരുമോ? ഈ വീടിനടുത്തേക്ക് വരുമോ? അപ്പൊ ഇത് അല്ല, നമ്മളൊന്നും ചെയ്യില്ല. അപ്പൊ ആശുപത്രി പോക്കോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഞങ്ങളൊരു ജീപ്പ് വിളിക്കണം, 1000 രൂപ. ഓ, ഇത് ബുദ്ധിമുട്ടല്ലേ താമസിക്കാൻ?
അതുകൊണ്ട് ചേട്ടാ പോയി ഇരുന്നോളൂ. ഞങ്ങൾ ആശുപത്രി പോകാതെ നിൽക്കും. ഓഹോ അല്ല ഇപ്പം ഞങ്ങൾക്ക് ഡോക്ടറൊന്നും വരത്തില്ല, മറ്റേ ഡോക്ടറെല്ലാം വരുമായിരുന്നു. അതെ അല്ലേ. ഞങ്ങൾ ചെങ്ങറ സമരക്കാരല്ലേ. ആ ഇതാണ്ടോ നമ്മുടെ പുൽത്തൈലം ഉണ്ടാക്കുന്ന ഏരിയ. ഇനി ഇതിലാണ് നമ്മുടെ ചേട്ടൻ തല നേരത്തെ ഇടിച്ചത്, അതുകൊണ്ട് ഞാൻ കുനിഞ്ഞു പോട്ടെ. ഓക്കെ. ആ ഓ ഇത് കൂടെയാണല്ലേ അത് തണുപ്പിക്കുന്നല്ലേ? അതെ അതെ, അതിൽ കൂടെ വരുമ്പോൾ അത് തണുപ്പിക്കാനുള്ള ഇതെന്താ ഇത് എടുത്തു വെച്ചിരുന്നതാ കേട്ടോ. സ്ഥലം കിടക്കുന്നുണ്ടോ? ഇതിലൂടെ വന്ന് തണുപ്പിച്ച് അല്ലേ? ആ തണുപ്പിച്ച് ഇതിൽ വരും. ഓക്കെ ഓക്കെ. പുല്ല് എടുക്കും കുറേ ഉണ്ടോ? 3 ഗട്ട് പുല്ല് നിറയ്ക്കണം. ഓഹോ അത് വെള്ളമാണോ? ആ പോകുന്ന വെള്ളം. വെള്ളം ഓക്കെ തൈലല്ലേ ഇത്? അല്ലല്ല വെള്ളത്തെ അപ്പോൾ തൈലം മാത്രം ഇവിടെ കിടക്കും അല്ലേ? വീഴുന്ന വെള്ളം അടി കൂടെ പൊക്കോളൂ. അത് ശരി. കണ്ടോ? അടിപൊളി. ഇവിടെ ഉണ്ടാക്കുന്ന ഇത് ഞങ്ങള് വെട്ടി കൊണ്ടുവന്ന് ഉണക്കി കെട്ടി കൊടുക്കുന്നതാ. ഇവിടെ ഞങ്ങള് കെട്ടി കൊടുത്താൽ ഞങ്ങൾക്ക് 40 രൂപ 50 രൂപ കിട്ടും. ഓഹോ അത് ശരി. ഇതെന്താ ഇത്? മറ്റേ ആ ചിറ്റീന്നിന്റെ അല്ലേ? തെങ്ങിന്റെ ഇത് തന്നെയാ? അല്ലടാ മറ്റേ അത് പിന്നെ നമ്മളാ ഭാഗം ഉണങ്ങി പോകുമ്പോൾ കാണണ്ട മറ്റേ സാധനം നമ്മളത് കായക്ക് തിന്നില്ലേ അതിന്റെ അല്ലേ അത്. ഓക്കെ. ഇത് എവിടെ കൊടുക്കും? ഇത് ഞങ്ങള് കോഴിക്കടയിൽ കൊടുക്കും. കോയിൽക്കട് നമ്മൾ വന്ന ഏരിയ മറിയൂര്. ഓക്കെ ഓക്കെ. കൊണ്ടുകൊടുത്ത ഇതെങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടി ജീപ്പ് വിളിക്കോ? ഇല്ല ഞങ്ങള് തലച്ചമടി കൊണ്ടുപോകും. തലച്ചോടെ കൊണ്ടുപോലെ അത്രയും ദൂരം താഴേക്ക് നടന്നു കൂടുന്നു. നടന്നു പോയി കൊണ്ടുപോയി ഞങ്ങൾ അരി വാങ്ങിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കഷ്ടം എത്ര ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. പിന്നെ തീർച്ചയായും ഞാനത് കേട്ടപ്പോൾ വിചാരിച്ചു, കാരണം ഈ കഴിഞ്ഞാൽ ഇങ്ങോട്ട് മറ്റേ കയറാനും പറ്റില്ല, ആന ഇറങ്ങും. അതിന് മുമ്പേ കയറി വരണം. അതെ അതുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോഴും ചേച്ചി ഏതാ പറഞ്ഞത്, അമ്മച്ചി പറഞ്ഞത് പോകാൻ പറ്റത്തില്ല, ആന തിരിച്ചു വരും. ഇതിന് ശ്വാസം മുട്ട. ഓഹോ ഹോ അതെ. ആ പട്ടിയുള്ള പോലെ 1-2 പട്ടി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല ഇവിടെ. ഓക്കെ. ഒരു കോഴിക്കോട് കാണാം നമുക്ക്. കാണട്ടെ അവരുടെ വീട്. അടുക്കളയും റൂമെന്ന് പറയാൻ പറ്റില്ല. ഒരു 2 അതെ അതെ കമ്പിളിയും കാര്യം. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വീടുകളൊക്കെ കാണി നിങ്ങളെയൊക്കെ പോലെ ഉള്ളവർ ഞങ്ങൾക്കൊക്കെ കാണിനെ കണ്ടിട്ട് നിങ്ങളൊക്കെ ഇതേപോലെ പലയിടത്തും പിന്നെ പറയുമ്പോഴത്തേക്കെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തരട്ടെ. തീർച്ചയായും. എവിടെ കിടന്നുറങ്ങുന്നത്? എവിടെയാ? ഇവിടെ ഇതിനകത്താ കിടക്കുന്നേ. ഓക്കെ ഓക്കെ. വാതിൽ നോക്ക്, ഫുള്ള് മണ്ണുകൊണ്ട് ഇതാ കെട്ടിയത് നിങ്ങൾ തന്നെയാ? ഞങ്ങൾ തന്നെ കെട്ടിയതാ. ഇതാ അത് ഇതല്ലേ ഇത് ഉള്ളി? നമ്മുടെ ചുമന്നുള്ളി. ഉള്ളിയല്ലേ? ആ ഉള്ളി ഇവിടെ ക്ലൈമറ്റിന്റെ തോന്നുന്നു അല്ലേ? നല്ല വലിപ്പുള്ള റോസ്. ഇവിടെ എല്ലാം ഉണ്ടാവും. വെള്ളമൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടല്ലേ? വെള്ളം വേണ്ട അതിലേക്കൂടെ ഞങ്ങൾ ഓസ് ഇട്ടുണ്ട്. അത് പറ്റുമൊന്നുമില്ല അല്ലേ? വേനൽക്കാലത്ത് പറ്റുമോ? അത് പറ്റും, എന്നാലും നമുക്ക് കുടിക്കാൻ വെള്ളം കാണും. അത് കാണാം. മതി മതി. ഓക്കെ. എന്നാൽ നമുക്ക് നമ്മുടെ സമയം ഇനി രാത്രി എന്നിട്ട് ഇനി ആന വന്ന് നമ്മളെ കണ്ടംപടി ഓടിക്കും. അങ്ങനെയൊന്നും ആന ഒന്നും ചെയ്യത്തില്ല. സത്യം ഉണ്ടെങ്കിൽ ആന ഒന്നും ചെയ്യത്തില്ല. ഞങ്ങൾ ഇവിടെ 16 എണ്ണം ഒരുമിച്ച് വന്നപ്പോൾ ഞാനും പയ്യനും മാത്രമേ ഉള്ളൂ, ഇവരെല്ലാവരും നാട്ടിൽ പോയി. എൻ്റെ പിന്നെ അപ്പം അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ ഞങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾ വിറയ്ക്കുന്നതെല്ലാം അങ്ങോട്ട് വന്ന്. അയ്യോ. അപ്പം ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, സമയമായി. എന്തായാലും വരും, പിന്നെയും വരും. അപ്പോൾ കാണാം. ഓക്കെ. ഞങ്ങൾക്ക് ഈ ബൈക്കും കൊണ്ട് ഇങ്ങനെ കാട് കയറുന്ന വട്ടുണ്ട്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കാണാം. ശരി. ഓക്കെ. ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. നീ ഇവിടെ നേരെ തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്നത് ഇച്ചിരി അതികഠിനമായിരിക്കും, കുഴപ്പമില്ല. കയറി സ്ഥിതിക്ക് ഇറക്കും. പോവാം, തെയ്യാം. ഓക്കെ.